വന്നപ്പോ ഈ പഴഞ്ചൻ വേഷം ധരിച്ചുകൊണ്ടാണല്ലോ, വസ്ത്രം ധരിച്ചുകൊണ്ടാണല്ലോ നീ വന്നത്, നിനക്ക് ഒരു അല്പം സംസ്കാരത്തിന്റെ വസ്ത്രം ധരിച്ചുകൂടെ എന്ന് തവക്കുൽ കിർമാൻ എന്ന പെൺകുട്ടിയോട് ആ വേദിയിലുണ്ടായിരുന്ന അവതാരിക ചോദിക്കുകയാണ്. ആ പെൺകുട്ടി ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അവിടെ നിന്നു. അവതാരികയുടെ കയ്യിലിരിക്കുന്ന മയക്ക് വാങ്ങിയിട്ട് ആ പെൺകുട്ടി തിരിച്ച് പറഞ്ഞു, നാമൊക്കെ ശിലായുഗത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ശിലായുഗം എന്ന് പറയുമ്പോൾ അന്ന് മനുഷ്യൻ നാണം മറച്ചിരുന്നില്ല, ശരീരം അവർ മറച്ചിരുന്നില്ല. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അവർ ഇലകൾ കൊണ്ട് മുൻപിൻ ദ്വാരങ്ങൾ മറയ്ക്കാൻ തുടങ്ങി. വീണ്ടും കാലങ്ങൾ കുറച്ചുകൂടി കടന്നു പോയപ്പോൾ അവർ മൃഗങ്ങളെ വേട്ടയാടിയിട്ട് മൃഗത്തിന്റെ തോല് കൊണ്ട് അവരുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മറയ്ക്കാൻ തുടങ്ങി. വീണ്ടും കാലം കടന്നുപോയി, മനുഷ്യന് കുറച്ചധികം സംസ്കാരം കടന്നു വന്നപ്പോ, കുറച്ച് വിവേകവും തിരിച്ചറിവും കടന്നു വന്നപ്പോൾ അവൻ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. വസ്ത്രമുണ്ടാക്കിയിട്ട് അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെ അവൻ മറയ്ക്കാൻ തുടങ്ങി. ഞാനിത് നിങ്ങളോട് പറഞ്ഞത്, ഞാനിപ്പോൾ പൂർണ്ണ സംസ്കാര സമ്പന്നയായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് പൂർണ്ണ സംസ്കാര സമ്പന്നയായ ഞാൻ എന്റെ ശരീരം മുഴുവനും മറയ്ക്കുന്നുവെന്ന് തവക്കുൽ കിർമാൻ എന്ന് പറയുന്ന പെൺകുട്ടി അന്ന് ഓസ്ലോയിലെ പുരസ്കാര വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളായ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് കടന്നു വന്നിട്ടുള്ള ആദർശങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും മതങ്ങളും എല്ലാം തന്നെ സംസ്കാര സമ്പന്നതയുള്ള ഒരു യുവതലമുറയെ അല്ലെങ്കിൽ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് വസ്ത്രധാരണം എന്നുള്ളതിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിവിടെ കടന്നു വന്നിട്ടുള്ള ഏതൊരു മതമാണെങ്കിലും പൂർവകാല സമുദായമായിരുന്നാലും ശരി തന്നെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ നിർബന്ധിതമായ ബാധ്യതയായിട്ട് അവർ കണ്ടിട്ടുണ്ട്. അതിന് ക്രിസ്തു മതമായിരുന്നാലും ഹൈന്ദവ മതമായിരുന്നാലും ബൗദ്ധനായിരുന്നാലും ജൈനനായിരുന്നാലും ജൂതനായിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ഏതൊരു മതമാണെങ്കിലും വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഓരോ മതവും അവർക്ക് കൊടുക്കുന്ന ഒരു അവകാശമാണ്, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാനുഷികമായിട്ടുള്ള പരിഗണനയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു അവകാശമാണ് വസ്ത്രം ധരിക്കുക എന്നുള്ളത്. ഹൈന്ദവ മതത്തിലും തലമറയ്ക്കണം, ശരീരം മറയ്ക്കണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എത്രയോ സ്വാമിമാരും സ്വാമിജിമാരും തലമറച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സിഖ് മതത്തിലെ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് തലപ്പാവ് ധരിച്ചുകൊണ്ട്. അവർക്ക് ഹെൽമറ്റ് പോലും നിർബന്ധമില്ലാത്ത അവസ്ഥയിൽ അവർ വാഹനം ഓടിക്കുന്നുണ്ട്. അവർക്ക് ഔദ്യോഗിക തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് താടി ഒരു മാനദണ്ഡമല്ല. അവരുടെ വസ്ത്രങ്ങൾ അവരുടെ മതത്തിൻ്റെതായിട്ടുള്ള ചിഹ്നങ്ങളായിട്ടുള്ള യാതൊരു തരത്തിലുള്ള തടസ്സവും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൽ വരുത്തിയിട്ടില്ല നാളിതുവരെയും. പിന്നെ തലമറയ്ക്കുക എന്നുള്ള ഒരു സംസ്കാരം, ആ ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ ഇന്ന് ചില ആളുകൾക്ക് പഴഞ്ചനായിട്ടും പ്രാകൃതമായിട്ടും പേടിപ്പെടുത്തുന്നതായിട്ടും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ പറയുന്നത് അപരിഷ്കൃതമായിട്ടുള്ള ഒരു രൂപമാണ് മുസ്ലിം സ്ത്രീകൾ തട്ടമിടുന്നത് എന്നാണ്. ഏത് നാട്ടിലാണ് തട്ടമിടാത്ത ആളുകളുള്ളത്? പാശ്ചാത്യ നാടുകളിലേക്ക് കടന്നുപോയാൽ അവിടെയുള്ള ആളുകൾക്കും പരിചിതമാണ് തട്ടമെന്നുള്ളത്. മുസ്ലിം സ്ത്രീകൾ തലമറയ്ക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ സഹോദര സമുദായമായ ക്രൈസ്തവർ, അതിലെ ക്രൈസ്തവ സമുദായത്തിലെ കന്യാസ്ത്രീകൾ തലമറയ്ക്കുന്നതും ഒക്കെ നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ളതാണ്. പാശ്ചാത്യ നാടുകളിലും യൂറോപ്പിലായിരുന്നാലും ഏഷ്യയിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും തലമറയ്ക്കുക എന്നുള്ളൊരു സംവിധാനത്തിനെ കാണാത്ത ആരുമില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് അവർക്ക് ഈ ഭയപ്പാടുണ്ടാകുന്നത്? എന്തിന്റെ പേരിലാണ് അവർക്ക് ഈ പേടി തോന്നുന്നത്? മുസ്ലിം സമുദായം തലമറയ്ക്കുമ്പോൾ അത് കാണുമ്പോൾ അവർക്ക് പേടി തോന്നുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ മതങ്ങളും തലമറയ്ക്കുക എന്നുള്ളതിനെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിന്റെ മണവാട്ടിമാരാകുന്ന കന്യാസ്ത്രീകൾ അവർ തലമറയ്ക്കുന്നതിന്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല. യേശുവിന്റെ മണവാട്ടിയായിട്ട് നാളെ പരലോകത്തിലേക്ക് അവർക്ക് ചേരണമെന്നുണ്ടെങ്കിൽ അവരുടെ പവിത്രതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ തലമറച്ചുകൊണ്ട് അവരിക്കണം. അഥവാ തലമറയ്ക്കുന്ന ആ പവിത്രതയുള്ള സ്ത്രീക്കാണ് നാളെ യേശുവിനെ വിവാഹം കഴിക്കാൻ കഴിയുന്നത്. യേശുവിന്റെ അധ്യാപനങ്ങളിൽ പരിശുദ്ധമായ ബൈബിളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തലമറയ്ക്കുക എന്നുള്ളത് ഒരു പെണ്ണിന് തലമറയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൾ അവളുടെ മുടി വെട്ടി മാറ്റട്ടെ.
ഇനി അതിനും ഒരു പെണ്ണിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൾ തല മുഖണ്ഡനം ചെയ്തുകൊണ്ട് മൊട്ടയടിച്ചുകൊണ്ട് മുടി മുഴുവനുമായി മുറിച്ചു കളഞ്ഞുകൊണ്ട് നടന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ തല മറയ്ക്കണം എന്നതാണ് അവരുടെ നിയമത്തിലുമുള്ളത്. ഇത് കേവലം ഒരു കന്യാസ്ത്രീയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു വിഷയമല്ല. അവരുടെ വിശ്വാസപ്രകാരം അവർ പറയുന്നത് ദൈവത്തിന്റെ മണവാട്ടിയാകുന്നവർക്ക് മാത്രമാണ് ഈ തലമറയ്ക്കലെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു വിഭാഗം മാത്രം പവിത്രമായിരുന്നാൽ പോരാ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതേ പവിത്രത, ഇതേ ചാരിത്രശുദ്ധി, ഇത് എല്ലാ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങൾക്കും ഉണ്ടാകണം. ഇസ്ലാമിലുള്ള പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഓരോ മുഅ്മിനത്തുകളായ പെണ്ണിനും തലമറയ്ക്കുക, പവിത്രതയോടുകൂടി ജീവിക്കുക, നാണം മറയ്ക്കുക എന്നുള്ളത് ഇസ്ലാം അവർക്ക് നിയമമാക്കി കൊടുത്തിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇന്നതിനെയൊക്കെ നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. നമുക്കിന്നതെല്ലാം തലമറക്കലൊക്കെ പഴഞ്ചനായി. ഇവിടുത്തെ ഈ നാടിന്റെ കാര്യമല്ല, ഞാൻ പൊതുവിലുള്ള കാര്യമാണ് പറയുന്നത്. ടൗണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പെൺമക്കള്, സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് ഹിജാബ് വേണ്ട, തലമറയ്ക്കണ്ട, ഷാളിടില്ല, എന്തെല്ലാം മനുഷ്യന് കണ്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ആ ഒരു രീതിയിലാണ് വസ്ത്രധാരണം എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ നിന്നും ഹിജാബ് എന്നതിനെ നാമം എടുത്തു മാറ്റി. അത് നമുക്കിന്നൊരു അവിഭാജ്യ ഘടകമല്ലാതായി മാറി. ഹിജാബ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹിജാബ് ഇട്ടില്ല എങ്കിൽ പ്രശ്നമില്ല എന്ന തരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാനസികമായി അങ്ങ് മാറിക്കൊടുത്തു. ഞാനൊന്ന് പറയട്ടെ, 1469 പാകിസ്ഥാനിൽ ജനിച്ച ഗുരുനാനാക് ദാസ് എന്ന് പറയുന്ന സിഖ് മതത്തിന്റെ സ്ഥാപകനായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹം പ്രചരിപ്പിച്ച് കൊണ്ടുവന്ന മതമാണ് സിഖ് മതം. ഈ സിഖ് മതത്തിന് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ കേവലം 5 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണുള്ളത്. ഈ 5 നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിന്റെ ഇടയിൽ സിഖ് മതസ്ഥരായ ആളുകൾക്ക് ഗവൺമെന്റ് സർവീസിലേക്ക് കടന്നു ചെല്ലുവാൻ അവരുടെ തലപ്പാവകൾക്ക് പ്രശ്നമല്ല. അവരുടെ താടി മിലിറ്ററിയിലും ഡിഫൻസിലും കടന്നു ചെല്ലുമ്പോൾ താടി ഒരു പ്രശ്നം അവർക്കല്ല. തലമറച്ചുകൊണ്ട് അവരുടെ ഏതൊരു ഉദ്യോഗത്തിലും കടക്കുന്നത് മതപരമായിട്ടുള്ള യാതൊരു തടസ്സങ്ങളും അവർക്ക് വരുന്നില്ല. മാത്രമല്ല, എന്തിനേറെ പറയുന്നു, അരയിൽ സുരക്ഷയ്ക്ക് വേണ്ടി വാള് പോലും കരുതിക്കൊണ്ട് നടക്കുവാൻ ഇന്ത്യയുടെ ഭരണഘടന അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? ഇന്ത്യയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഒരു മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് മതത്തിന്റെ ചിഹ്നങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനുള്ള പരിപൂർണമായ അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് എന്നതിന്റെ പേരിൽ അവരവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തലപ്പാവിനെ എടുത്തു, അവരവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് താടി വെക്കലിനെ എടുത്തു, അവരവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അരയിൽ വാള് വെക്കുന്നതിനെ എടുത്തു. പക്ഷേ മുസ്ലിമീങ്ങളായ നമ്മളോ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെല്ലാം നമ്മൾ വലിച്ചെറിഞ്ഞു. 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം മുസ്ലിമുകൾക്ക് ഇന്ത്യയിലുണ്ട്. 5 നൂറ്റാണ്ട് കൊണ്ട് അവർ നേടിയെടുത്തു തലമറയ്ക്കൽ അവരുടെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ് എന്ന്. അവർക്കൊരു തടസ്സവുമില്ല. ഏതൊരു സ്ഥാപനത്തിലും അവർക്ക് തലപ്പാവ് ധരിച്ചുകൊണ്ട് കടന്നു ചെല്ലാം. പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിന്റെ വരാന്തയിലേക്ക് കടന്നു ചെല്ലുമ്പോ അത് മതം പ്രചരിപ്പിക്കുന്നതാണ്, കണ്ടാൽ പേടിയാകുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിനെ അവഹേളിക്കാൻ നോക്കുമ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ നമ്മളായി തന്നെ നമ്മുടെ മതചിഹ്നങ്ങളെ മാറ്റിക്കളഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് കയറി കളിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവകാശവും നാമായി തന്നെ അവർക്ക് ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ആദർശ ശുദ്ധിയുള്ള മുഅ്മിനായി മാറണം. കേവലം 5 നേരത്തെ നിസ്കാരത്തിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നോമ്പിലോ സക്കാത്തിലോ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളായ കാര്യങ്ങളിലോ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ മുസ്ലിമിന്റെ ജീവിതം. പിന്നെയോ ഇസ്ലാമിന്റെ ഓരോ ചിഹ്നങ്ങളെയും, അത് കല്യാണ വീട്ടിലായിരുന്നാലും മരപ്പ് വീട്ടിലായിരുന്നാലും പാലുകാച്ച് വീട്ടിലായിരുന്നാലും കൊണ്ട് പണയം വെക്കാൻ പാടില്ല നമ്മുടെ മതചിഹ്നങ്ങളെ. നമ്മുടെ മക്കൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ആ മക്കൾക്ക് നല്ലതുപോലെയുള്ള ഡ്രസ്സിംഗ് നമ്മൾ ശീലിപ്പിക്കണം, നമ്മുടെ ബാധ്യതയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ 145 കുട്ടികൾ പഠിക്കുന്നുണ്ട്. എറണാകുളത്തെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ 145ഓളം കുട്ടികൾ വേറെയും പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾക്കൊന്നുമില്ലാത്തൊരു വിഷയമാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് വന്നത്. എന്തിന്റെ പേരിൽ ആ പെൺകുട്ടി എല്ലാ ദിവസവും വീട്ടിൽ നിന്നും ഹിജാബ് ധരിച്ചുകൊണ്ട് തലമറച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകും. കാരണം സ്കൂളിന്റെ നിയമാവലി അനുസരിച്ചുകൊണ്ട് യൂണിഫോം ധരിക്കണമെന്നുണ്ട്. പക്ഷേ തല മറയ്ക്കരുത് എന്നവർ പറഞ്ഞിട്ടുമില്ല.
ഈ കുട്ടി എന്ത് ചെയ്യും? ഹിജാബ് ധരിച്ചുകൊണ്ട് എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകും. ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ മറ്റാരുമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഹിജാബിനെ അഴിച്ച് തന്റെ ബാഗിന്റെ ഉള്ളിലാക്കിയിട്ട് കുട്ടി ക്ലാസ്സിലിരിക്കും. ഒരു ദിവസം അവിടെ ഒരു പബ്ലിക് പരിപാടി നടക്കുന്ന സമയത്താണ് വിഷയമുണ്ടായത്. ഈ കുട്ടി ഹിജാബ് ധരിച്ചു കൊണ്ടുപോയ കുട്ടി ജനനിബിഡമായ സദസ്സിന്റെ മുന്നിലേക്ക് ഇറങ്ങി ചെന്നപ്പോ താൻ കെട്ടിയിരുന്ന ഹിജാബിനെ അഴിക്കാൻ തയ്യാറാകാതെ വന്നു. കാരണം അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് നിൽക്കുമ്പോ ഇസ്ലാം പറയുന്ന ആദർശത്തിനെ പണയം വെക്കാൻ ആ പെൺകുട്ടി തയ്യാറായില്ല. ടീച്ചർമാര് പറഞ്ഞു ഹിജാബ് അഴിക്കണം, തല മറച്ചിരിക്കുന്ന തൊലി അഴിക്കണം. കുട്ടി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. എന്തിന്റെ പേരിൽ? ആദർശ ശുദ്ധി ആ പെൺകുട്ടി കാത്തു സൂക്ഷിച്ചതിന്റെ പേരിൽ. 145ഓളം മറ്റു കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് വീട്ടിൽ നിന്നും ആ ഒരു അധ്യാപനം കിട്ടിയിട്ടില്ല. ഹിജാബല്ലേ, തലമറയ്ക്കുന്നതല്ലേ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഈ വിഷയമല്ല എന്ന് നിസാരമായി നമ്മൾ പറഞ്ഞു തുടങ്ങിയതോടുകൂടിയാണ് മുസ്ലിം സമുദായത്തിന്റെ ഓരോ വിഷയങ്ങളും ഇന്ന് കോടതിയുടെ വരാന്തകളിലേക്ക് കയറിയിറങ്ങുന്നത്. ബാബരിയുടെ കാര്യം പറയാൻ ഒരുപാടുണ്ട്. ബാബരിയുടെ കാര്യവും അതുപോലെ തന്നെ മുത്തലാഖിന്റെ വിഷയമായിരുന്നാലും ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്ന വിഷയമായിരുന്നാലും അതുപോലെ തന്നെ വഖഫ് നിയമഗതിയുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും എല്ലാം നാം ഒന്ന് താഴ്ന്നു കൊടുക്കുകയാ. നമുക്ക് പ്രശ്നമല്ല, നമുക്കിതൊന്നും പ്രശ്നമല്ല എന്നുള്ള നിലയിൽ ഒന്ന് തല താഴ്ത്തി കൊടുക്കുമ്പോ അവിടെ തോറ്റുപോകുന്നത് നമ്മുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഇന്നലകളിൽ നമുക്ക് കാട്ടിത്തന്ന മഹനീയമായ ആ ഒരു മാതൃകയുടെ ആ മഹത്വമായ ആദർശത്തിന്റെ ശുദ്ധിയാണ് നമ്മൾ പണയം വെച്ചുകൊണ്ട് നടക്കുന്നത്. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായി വളർത്തണം. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അനുസരിച്ച് വളരുന്ന നല്ല മക്കളായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ മാറ്റിയെടുക്കണം. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പിതാവിന്റെ കഥ പറയുന്നുണ്ട്. മരണാസന്നനായി കിടക്കുന്ന ഒരു പിതാവ് താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ മക്കൾ ഇതേ ആദർശ ശുദ്ധിയുള്ളവരാകുമോ എന്നുള്ള ഭയപ്പാടിൽ മക്കളെ വിളിച്ചുകൊണ്ട് മക്കളോട് ചോദിക്കുന്ന ഒരു സന്ദർഭം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് മക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അം കുന്തും ശുഹദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, അം കുന്തും ശുഹദാ. നബിയോട് അല്ലാഹു ചോദിക്കുന്നു, നബിയേ ഇത് ഹദറ യഅഖൂബൽ മൗത്ത്. ബഹുമാനപ്പെട്ട യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മരണത്തിന്റെ സമയമായി കിടക്കുന്ന നേരത്ത് ബഹുമാനപ്പെട്ട യഅഖൂബ് നബി ചെയ്തതെന്താണെന്ന് താങ്കൾക്കറിയുമോ നബിയേ? താങ്കൾ അവിടെ ഹാജരില്ലായിരുന്നല്ലോ നബിയേ. അവിടെ എന്താണ് സംഭവിച്ചതെന്നല്ലേ? ബഹുമാനപ്പെട്ട യഅഖൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് പാലലിവനീ. തന്റെ പ്രിയപ്പെട്ട മക്കളെ വിളിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട പിതാവ് പറയുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി. ആ പിതാവ് മക്കളെ വിളിച്ചുകൊണ്ട് മരണാസന്നനായി മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് ആ മക്കളെ വിളിച്ചുകൊണ്ട് മക്കളോട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ആദർശത്തിൽ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആദർശത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുമോ മക്കളെ? നിങ്ങൾ ആരെയാണ് ഇനി മുതൽ ആരാധിക്കുന്നത്? ഇത്ര നാളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പിതാവ് എന്നുള്ള നിലയിൽ ഞാനുണ്ടായിരുന്നു, ഒരു കാവൽക്കാരനായിട്ട് ഞാനുണ്ടായിരുന്നു. ഇനി എന്റെ മരണമങ്ങ് വന്നാൽ, ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആരെ ആരാധിക്കുമെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട മക്കൾ ഒരു തർബീയത്തോടുകൂടി ആ പ്രിയപ്പെട്ട പിതാവ് പഠിപ്പിച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളെ ആ മക്കൾ കിട്ടുകൊടുത്ത ആ പ്രിയപ്പെട്ട മക്കൾ പറഞ്ഞു, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക. ബാപ്പയോട് പറയാണ്, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക. താങ്കളുടെയും താങ്കളുടെ പൂർവ്വ പിതാക്കന്മാരുടെയും ഇലാഹാകുന്ന ഏക ഇലാഹായ അല്ലാഹുവിനെ ഞങ്ങൾ ആരാധിക്കും. അല്ലാഹുവിനെ ഞങ്ങൾ ആരാധിക്കും. وإله آبائك إبراهيم وإسماعيل وإسحاق ونحن له مسلمون. ഒരു കറകളഞ്ഞ മുസ്ലിമായി ജീവിക്കാൻ
നിങ്ങൾക്ക് കഴിയുമെന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രിയപ്പെട്ട മക്കൾ പറഞ്ഞെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്ത് ആദർശമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, എന്ത് മര്യാദയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ മക്കൾ ഫാഷൻ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് കോളേജുകളിലേക്കും അതുപോലെ ക്യാമ്പസുകളിലേക്കും കടന്നു പോകുമ്പോ ഇത് പാടില്ല മക്കളെ. ഇത് പരിശുദ്ധമായ ഇസ്ലാമിനെതിരാണ്. ഇസ്ലാമിന്റെ ചിഹ്നങ്ങളാകുന്ന അടയാളങ്ങളെ കുറിച്ചു കൊണ്ടുപോകണമോ, തലമറച്ചു കൊണ്ടുപോകണമെന്ന് പറയാൻ എത്ര പിതാക്കന്മാർക്കാണ് നട്ടൽ ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ പറഞ്ഞു കൊടുത്തപ്പോ തിരുത്താൻ മക്കൾ തയ്യാറായി. മക്കൾ പറഞ്ഞു ഞങ്ങൾ വാപ്പ പറയുന്ന പോലെ നിൽക്കാം. പക്ഷെ ഇന്നത്തെ മക്കളോ പറഞ്ഞു കൊടുത്താൽ വല്ല രക്ഷയുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോകുന്നത്. തലമറയ്ക്കുന്ന ഒരു മുസ്ലിമിന്റെ ബാധ്യതയല്ല, അല്ലെങ്കിൽ മുസ്ലിമിന്റെ അവിഭാജ്യ ഘടകമല്ല എന്നുള്ള നിലയിൽ ചില ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ ആ നിലയിലേക്ക് നമ്മുടെ ഇസ്ലാമിന്റെ ഓരോ ചിഹ്നങ്ങൾ മാറിപ്പോയി. അള്ളാഹു നമുക്ക് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കണം. പക്ഷെ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ മക്കൾക്ക് മതപരമായിട്ടുള്ള ചിട്ടകൾ ഉണ്ടാക്കിയെടുക്കണം. വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, മക്കളെ നല്ലതുപോലെ പഠിപ്പിക്കും. പക്ഷേ ഇസ്ലാമിന്റെ ചിട്ടയിൽ നിന്നും വ്യതിചലിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ വിടരുത്. അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ നാളെ ഇതേ മക്കൾ നമുക്ക് എതിരായിട്ട് പടച്ചവന്റെ മുന്നിൽ കടന്നു വരും. ഈ മക്കൾ തന്നെ നമുക്ക് ശത്രുവാകും. ഇവിടെ നമുക്ക് വിജയിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് IAS അതുപോലെ തന്നെ എഞ്ചിനീയറിംഗും ഡോക്ടറേറ്റും എല്ലാം നേടിക്കൊടുക്കാൻ പറ്റും, മക്കളെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അവർ നല്ലതുപോലെ ജീവിക്കും. നാളെ പടച്ചവന്റെ കോടതിയിൽ കടന്നു വരുമ്പോ ഈ മക്കൾ നമ്മെ പിടിച്ചു നിർത്തും. അള്ളാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളായ സമുദായമേ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും, തീർച്ചയായിട്ടും ഇന്ന മിൻ അസ്വാജികും, നിങ്ങളുടെ ഭാര്യമാരും വഔലാദികും, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളും, നിങ്ങൾ ഓമനിക്കുന്ന, ലാളിക്കുന്ന, പ്രിയം വയ്ക്കുന്ന, നിങ്ങൾ നിങ്ങളുടെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മക്കളും അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് അവർ ശത്രുക്കളാണ്. അതുകൊണ്ട് ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. നിലയ്ക്ക് നിർത്തേണ്ട സ്ഥലങ്ങളിൽ നിലയ്ക്ക് നിർത്തുക തന്നെ വേണം. മതം വിട്ടുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള പരിപാടിക്കും നമ്മൾ വശംവദരായി മാറാൻ പാടില്ല. ആ നിലയിൽ ഒരു വീഴ്ചയും അല്ലെങ്കിൽ ഒരു തലകുനിക്കലും നമ്മൾ അവരുടെ മുന്നിൽ കുനിച്ചു നിൽക്കാൻ പാടില്ല. അവിടെ നമുക്ക് പരാജയം സംഭവിക്കും. അങ്ങനെ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് മതം പോലും വേണ്ട ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പുതുതലമുറയുടെ കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ എങ്ങനെയായി മാറിപ്പോയി കഴിഞ്ഞാൽ തകർന്നു പോയില്ലേ? നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇതേ മക്കൾ തന്നെ നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മളെ പിടിച്ചു നിർത്തും. നമ്മൾ വിചാരിക്കും നമ്മൾ കുറെ നിസ്കരിച്ച്, നമ്മൾ നോമ്പ് പിടിച്ച്, നമ്മൾ ഉംറ ചെയ്തു, ഹജ്ജ് ചെയ്തു, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, നമുക്കങ്ങ് പാസ്സായി പോവാം, മക്കൾ എങ്ങനെ നടക്കട്ടെ എന്നൊക്കെ നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. ഈ മക്കൾ നാളെ പരലോകത്ത് വരും. ഈ നിഷേധികളായിട്ട് ധിക്കരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള മക്കൾ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ വേണ്ട, നിസ്കാരം വേണ്ട, തലമറക്കൽ വേണ്ട, മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചുപൊളി ജീവിതം നയിക്കുന്ന ഇതേ മക്കൾ, ഈ മക്കൾ നാളെ പടച്ചവന്റെ മുന്നിൽ വരും. റബ്ബനാ അരിനല്ലദീന അദല്ലനാ, ഈ മക്കൾ അവിടെ വന്നുകൊണ്ട് പടച്ചവനോട് പറയുകയാണ്, റബ്ബനാ അരിനല്ലദീന അദല്ലനാ, പടച്ചവനെ, ഞങ്ങളുടെ മാതാവും പിതാവുമാണ് ഞങ്ങളെ വഴിതിരിച്ചു വിട്ടത്. ഞങ്ങൾക്ക് മോഡേൺ വസ്ത്രം വാങ്ങി തന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവാണ്. ഓൺലൈനിൽ അതുപോലെ തന്നെ ചാറ്റുകളിലേക്കും അതുപോലെ ഓൺലൈനിലൂടെ പലതരത്തിലുള്ള സംഭവങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള മൊബൈൽ സംവിധാനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങി തന്നത്, ഞങ്ങൾക്ക് സകലമായ ഫ്രീഡങ്ങളും തന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവും പിതാവുമാണ്. അതുകൊണ്ട് പടച്ചവനെ, ഈ മക്കള് നാളെ പടച്ചവന്റെ മുന്നില് ആ പരലോകത്തെ മഹിഷറയിലുണ്ടല്ലോ, ചെമ്പിട്ട തറയിലങ്ങ് ജനലക്ഷങ്ങൾ ജനകോടികൾ നിൽക്കുമ്പോ ആ ചൂടോടുകൂടി നിൽക്കുന്ന ചെമ്പിട്ട തറയില് കാലുറപ്പിച്ചു നിൽക്കാൻ കഴിയാതെ ചൂടോടുകൂടി വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ മക്കൾ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പടച്ചവരോട് പറയുമത്രേ,
പടച്ചവനെ എന്റെ മാതാവിനെയും പിതാവിനെയും കൊണ്ടുവന്ന് എന്റെ കാൽപാദത്തിന്റെ കീഴിൽ നിന്ന് നിർത്തി തരുമോ പടച്ചവനെ എന്നീ